പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ മൈൻഡ് തീർത്തും ബ്ലാങ്കാണ്. നിങ്ങളോട് എന്ത് മെസ്സേജാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഈശോ എന്തെങ്കിലും തന്നാലല്ലാതെ എനിക്ക് നിങ്ങളോടൊന്നും പറയാനായിട്ടില്ല. ഈശോയെ, ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന മക്കളോട് അവിടത്തേക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ അവിടുന്ന് ഇപ്പോൾ എനിക്ക് വെളിപ്പെടുത്തി തരണം. അവിടുന്ന് സംസാരിക്കണം. തിരുവനന്തപുരം ക്യാൻസർ സെന്ററിൽ ക്യാൻസർ ബാധിച്ച് കിടപ്പിലായിരിക്കുന്ന ഒരു ആൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈശോ സൗഖ്യം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 77-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വഴി നടത്തുന്ന ദൈവം, ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു. രാത്രി മുഴുവൻ ഞാൻ കൈ വിരിച്ചു പിടിച്ച് ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. ഞാൻ ധ്യാനിക്കുകയും എന്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു. കണ്ണു ചിമ്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല. സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു, പണ്ടത്തെ വത്സരങ്ങളെ സ്മരിക്കുന്നു. രാത്രിയിൽ ഞാൻ ചിന്തയിൽ മുഴുകുന്നു. ഞാൻ ധ്യാനിക്കുകയും എന്റെ ആത്മാവിൽ ഈ ചോദ്യം ഉയർത്തുകയും ചെയ്യുന്നു: കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ? അവിടുന്ന് കോപത്താൽ തന്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ? അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എന്റെ ദുഃഖത്തിനു കാരണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും. പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും. ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും. അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും. ദൈവമേ, അങ്ങയുടെ മാർഗം പരിശുദ്ധമാണ്. അങ്ങേ നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട്? അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ, യാക്കോബിന്റെയും ജോസഫിന്റെയും സന്തതികളെ രക്ഷിച്ചു. ദൈവമേ, സമുദ്രം അങ്ങയുടെ മുൻപിൽ പരിഭ്രമിച്ചു. അങ്ങയെ കണ്ട് അഗാധം ഭയന്നു വിറച്ചു. മേഘം ജലം വർഷിച്ചു. ആകാശം ഇടിമുഴക്കി. അങ്ങയുടെ വസ്ത്രങ്ങൾ എല്ലാ വശത്തും മിന്നിപ്പാഞ്ഞു. അങ്ങയുടെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മാറ്റലി കൊണ്ടു. അങ്ങയുടെ മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി നടുങ്ങി വിറച്ചു. അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയും ആയിരുന്നു. അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു. മോശയുടെയും അഹ്റോന്റെയും നേതൃത്വത്തിൽ അങ്ങയുടെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ അങ്ങ് നയിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന മക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന നിങ്ങളെ ആകുലതകളും ഉത്കണ്ഠകളും എല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അങ്ങേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അവിടുത്തെ വലതുകരം നിന്നെ താങ്ങി നിർത്തും. അവിടുത്തെ ബലിഷ്ഠങ്ങളായ കരങ്ങളാൽ അവിടെ നിന്നെ ഉയർത്തും. നിന്റെ ജീവിതത്തിൽ അങ്ങേക്ക് ഇടപെടാൻ ഒരു നിമിഷം മതി. അതിന് തടസ്സമായി നിൽക്കുന്ന നിന്റെ അശുദ്ധി, അയോഗ്യത, അത് ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നീ ദൈവകൃപയ്ക്ക് വഴിയൊരുക്കുക. ദൈവകൃപയ്ക്ക് വഴിയൊരുക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.